കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപ സർക്കാർ ഈ മാസം 15 മുതൽ വിതരണം ചെയ്യും. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ 6 മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്നത് കണക്കിലെടുത്താണ് സാമ്പത്തിക പ്രതിസന്ധി നോക്കാതെ ഒരു മാസത്തെ പെൻഷൻ അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചത്. അടുത്ത മാസം മുതൽ പെൻഷൻ അതത് മാസം നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ കുടിശ്ശിക തീർത്ത ശേഷമാണോ അതത് മാസ വിതരണം ആരംഭിക്കുകയെന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നില്ല. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനു പിന്നാലെ 1-2 ഗഡു കൂടി നൽകാനും ആലോചനയുണ്ട്. പെൻഷൻ വിതരണത്തിനും മറ്റ് അടിയന്തര ചെലവുകൾക്കുമായി 5000 കോടി രൂപ ഇന്ന് പൊതുവിപണിയിൽ നിന്ന് സർക്കാർ കടമെടുക്കും. 30 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 2000 കോടി രൂപയും 20 വർഷത്തേക്ക് 2000 കോടി രൂപയും 10 വർഷത്തേക്ക് 1000 കോടി രൂപയുമാണ് കടമെടുക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി 2 മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ 1500 കോടി രൂപ കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും 300 കോടി മാത്രമേ ലഭിച്ചുള്ളൂ. കേരളത്തിന് അർഹമായ 13608 കോടി രൂപ അനുവദിക്കാൻ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ സമ്മതം അറിയിച്ചിരുന്നു. ഇതിൽ 8742 കോടി രൂപ കടമെടുക്കാൻ അനുമതിക്കത്ത് ലഭിച്ചു. ഇതിൽ നിന്നാണ് 5000 കോടി രൂപ എടുക്കുന്നത്. ബാക്കി 4866 കോടി രൂപ വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ വകയിൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൽ കിടക്കുന്ന ഈ ഫയൽ ധനവകുപ്പിലെത്തി തീരുമാനമെടുത്ത് റിസർവ് ബാങ്കിനെ അറിയിക്കുക എന്ന നടപടിക്രമം ബാക്കിയാണ്. ഇത് പൂർത്തിയാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. 19351 കോടിയുടെ വായ്പ കൂടി അംഗീകരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്മേൽ സുപ്രീം കോടതിയുടെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം.